naibadilisha iwe baraka. Kila laana He will supply all you need. You have to thank God. Lord, I forgive this brother. I forgive this sister. If you change, God will change your situation. Jesus Christ came to this world and died on the cross of Calvary 2000 years ago by taking our own sins. Your sin and my sin. kushinda kila nguvu za mapepo. Yesu anakushinda katika jina la Yesu. How many of you believe Jesus here? With the zebra, you don't need to pay any money today. Kenya, there's a giraffe center. Feeding the giraffe. The men that I have here are, Pastor Koichipo Varghese from Dallas in Texas. He's an excellent Bible teacher. He's going to be ministering at the Church of Redeemed tomorrow and be back at Faith Tabernacle in the morning. And we have him here who has just come from a successful missions to Kenya, right? Kenya and Ethiopia. And we just want to make welcome the men of God. And this is Pastor Moody Abrahams, right? And so he's here, an excellent evangelist. Just want to talk about the Lord to any and everyone he sees. And even today, people have come to the Lord in personal evangelism. And we just praise God. And we want to make welcome to them and just give them a big hand. Warm hand, ladies and gentlemen. God bless you. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവരായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവനത്തെ ആദ്യമായി അറിയിക്കുന്നു. അനേക നാളുകൾക്ക് ശേഷം അച്ചുകുഞ്ഞുറ തങ്കമസിസ്റ്റർ നമ്മുടെ ഇടയിൽ കടന്നു വരുവാൻ ദൈവം അവരെ സഹായിച്ചു. കടന്നു വന്ന് നമുക്കൊന്നിച്ച് ആരാധിപ്പാൻ ദൈവം നമുക്ക് സഹായിച്ചുവല്ലോ. സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവിന്റെ 23-ാം സങ്കീർത്തനത്തിനകത്തുനിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ഞാൻ 23-ാം സങ്കീർത്തനത്തിനകത്തുനിന്ന് പ്രസംഗിച്ച വിവരം. നിങ്ങൾ 23-ാം സങ്കീർത്തനം നിങ്ങൾക്ക് കിട്ടിയായിരുന്നു? ഞാൻ എന്തെങ്കിലും പ്രസംഗിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ പ്രസംഗിച്ചത്? അടുത്ത ആഴ്ച ഞാൻ എല്ലാവർക്കും ഓരോ കോപ്പി തരാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മെസ്സേജ് ആയിരുന്നു അത്. ഇടയൻ എന്തു ചെയ്യും? പച്ചയായ പുൽപ്പുറങ്ങളിൽ എങ്ങനെ കിടത്തുന്നു, എങ്ങനെ നടത്തുന്നു. അത് ഈ കൂരികളുടെ താഴ്വരയിൽ കൂടി നടക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? അത് ഇംഗ്ലീഷിലാണ്.
നിറഞ്ഞു കവിയുന്ന അവസ്ഥ, എണ്ണ പുരട്ടുന്ന അവസ്ഥ, ഇതെല്ലാം വളരെ ഭംഗിയായി നിങ്ങൾക്കത് കാണുവാനും കേൾക്കുവാനും സാധിക്കും. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ഏറ്റവും നല്ല പ്രസംഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ശുശ്രൂഷയായിരുന്നു അന്ന് അവിടെ നടന്നത്. അതിനുശേഷം അച്ഛൻ പറഞ്ഞു ആരാധനാലയം. ആരാധനയ്ക്ക് ഉപയോഗിച്ചില്ല എന്ത് പറ്റുമെന്ന് പറഞ്ഞേ? നമ്മളൊക്കെ എങ്ങനെയുള്ളവരാ? അപ്പൊ ആരാധനാലയത്തെ നമ്മൾ സൂക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്തില്ലെങ്കിൽ എന്തോ ചെയ്യും? ജീവിതത്തില് യേശുവിന്റെ പരശുശ്രൂഷയുടെ കാലത്ത് 2 പ്രാവശ്യം യേശു ആലയത്തിൽ കടന്നു വന്ന് ആലയം ശുദ്ധീകരിച്ചു. വിശുദ്ധ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഈ ആലയ ശുദ്ധീകരണത്തിന് ദൈവം വന്ന് യേശുവിന്റെ അടുക്കല് അവസാനത്തെ താളത്തില് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം, ഞാനത് ഒരു പ്രാവശ്യം പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പ്രസംഗിക്കാം. യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത് നമ്മൾ കണ്ടു അല്ലേ? ആ കഴുകുന്ന അവസരത്തിൽ പത്രോസിന്റെ അടുക്കൽ ചെല്ലുമ്പോ പത്രോസ് പറഞ്ഞു, നീ എന്റെ കാല്. അപ്പൊ യേശു എന്താ മറുപടി പറഞ്ഞേ? ഞാൻ നിന്റെ കാല് കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടി. അപ്പൊ യേശുവിന് കഴുകാൻ നീ ഏൽപ്പിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ യേശുമായി നിനക്ക് എന്തുമില്ല. അപ്പൊ യേശുവിന്റെ അത്താഴത്തിൽ നിനക്ക്, അപ്പൊ യേശുവിനോടുകൂടി അത്താഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ യേശു നിന്റെ കാൽ കഴുകിയിരിക്കണം. യേശു നിന്നെ ശുദ്ധീകരിച്ചിരിക്കണം. അപ്പൊ ഞാനും നിങ്ങളും ഏൽപ്പിച്ചു കൊടുത്ത് യേശു കഴുകുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ യേശുവിനോടുകൂടി പന്തിയിൽ ഇരിക്കുവാൻ നമുക്ക് യോഗ്യത ലഭിക്കും. ഇല്ലെങ്കിലോ സ്വത്രം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളും പുറത്താ. അപ്പൊ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതോ അതോ സ്വയമായി ജീവിക്കുന്നതോ നല്ലത്? കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുവാനിടയായി, 22-ാം സങ്കീർത്തനത്തിനകത്ത് അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ പുഷ്ടിയുള്ളതൊക്കെയും ഭക്ഷിച്ച് പിന്നെ പൊടിയിലേക്ക് ഇറങ്ങുന്നവരും എല്ലാവരും അവന്റെ മുൻപാകെ കുമ്പിടും. അവ പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും കുമ്പിടും. പിന്നെ അടുത്ത വാക്യം, അപ്പൊ തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവരും കൂടെ അവന് മുമ്പാകെ കുമ്പിടിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ കുമ്പിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുമ്പിടിച്ച എങ്ങോട്ട് വിടും? അഗ്നി പൊയ്കയിലേക്ക്. അപ്പൊ ഏതാ നമുക്ക് വേണ്ടത്? കുമ്പിടുക നല്ലത്. അപ്പൊ രാജാവിനെ അംഗീകരിക്കുക നല്ലത്. രാജാവിനെ അംഗീകരിച്ചാൽ നമുക്ക് നിത്യത ലഭിക്കും. ഇല്ലെങ്കിലോ കുമ്പിടിക്കുന്ന ഒരു കാലം വരും. എന്നിട്ട് പിന്നെ പോക്ക് എങ്ങോട്ടാന്ന് ആലോചിച്ചോണം അവരവര്. ഒന്നുകൂടെ പറയാം, അടിയും കൊള്ളണം, പുളിയും കുടിക്കണം, പണവും കൊടുക്കണം. നല്ല പരിപാടി. അടി കൊള്ളുകയും വേണം, പുളി വെള്ളം കുടിക്കുകയും വേണം, പൈസ കൊണ്ട് കൊടുക്കുകയും വേണം. പ്രൈസലോട് എന്ന് പറഞ്ഞ പോലെ ഇതിനൊക്കെ നല്ലത് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് അവനോടുകൂടി ആരാധിച്ച് അവനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അവനെ ആരാധിച്ച് ജീവിതാന്ത്യം നിവർത്തിക്കുന്നതാണോ നമുക്ക് ഉത്തമം. പ്രൈസലോട് അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസലോട് അത് ഞാൻ കർത്താവദാസൻ അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയാനിടയായി. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുവാ? എന്തിനെ കുറിച്ചാ? സ്തോത്രം. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും. അപ്പൊ ഇന്ന് രാവിലെ ശുശ്രൂഷിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ ശുശ്രൂഷിച്ചായിരുന്നു. ഈ എന്തുവായിരുന്നു ഇന്ന് രാവിലെ അച്ഛൻ വന്നിട്ടുണ്ട്. എന്തുവായിരുന്നു? ചൂഞ്ഞു പറഞ്ഞു ഇത്രയാണെന്ന് മറന്നു പോയോ? എന്താ പറഞ്ഞു ഇന്ന് രാവിലെ ശുശ്രൂഷിച്ച? ആ മേൽക്കൂര
മേൽക്കൂര പൊളിക്കുന്ന വിശ്വാസം. എങ്ങനെയാ? എല്ലാം പറയാം, മേൽക്കൂര പൊളിക്കുന്ന വിശ്വാസം. അപ്പൊ പൊളിക്കണമെന്നുള്ള ഇച്ചിരി വിശ്വാസം വേണം. സ്തോത്രം. മേൽക്കൂര പൊളിക്കുന്ന വിശ്വാസം, അതിന് നല്ലത്. സ്തോത്രം. നമ്മുടെ അനുഗ്രഹത്തിലേക്ക് തന്നെ കടന്നു വരാം. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പ്രയോജനങ്ങളും. വേറൊരു ദിവസം മേൽക്കൂര പൊളിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിശ്വാസമായിരിക്കരുത്. എങ്ങനെയാണ്? മേൽക്കൂര പൊളിക്കണം. പ്രയോജനമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിനൊക്കെ പൊളിക്കുവാൻ തയ്യാറാകണം. പ്രയോജനമാണ്. അങ്ങനെയുള്ളവർക്ക് വിടുതൽ കാണാൻ സംഭവിക്കും. അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ പൊളിച്ച് സ്തോത്രം ഇറങ്ങി വരണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാ മേൽക്കൂര പൊളിച്ചത്? ഭഗവാനാണ് കൊണ്ടുപോയത്, അല്ലയോ? അപ്പൊ അതിനെന്തോ വേണം? അപ്പൊ മേൽക്കൂര പൊളിക്കുന്ന വിശ്വാസം നമ്മളിലേക്ക് വരണം. നമ്മുടെ സമുദായത്തിന്റെ മേൽക്കൂരയുണ്ട്, നമുക്ക് സമൂഹത്തിന് മേൽക്കൂരയുണ്ട്, നമുക്ക് പലവിധമായ മേൽക്കൂരകളാ നമ്മളെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. മേൽക്കൂര ചിലതൊക്കെ പൊളിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ യേശുവിന്റെ ആത്മാവിൽ വരത്തുള്ളൂ. നേരെ വരാൻ മനുഷ്യൻ സമ്മതിക്കത്തില്ല. നിന്നെ അകത്ത് കടത്തത്തില്ല. വാതിൽക്കൽ ആൾക്കാർ നിൽപ്പുണ്ട്. സ്തോത്രം. നീ ചിലതൊക്കെ വെട്ടിപ്പൊളിച്ചെങ്കില് സ്തോത്രം യേശുവിന്റെ അടുക്കൽ വരാൻ പറ്റത്തുള്ളൂ. കോഴിക്കോടിന്റെ വാതൊക്കെ വൈകിട്ട് കയറിയിരിക്കും. വേറെ ഒരു കോഴി അകത്തോട്ട് കയറും. അത്ഭുതങ്ങൾ നമ്മൾ അല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോവാണ്. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും. പ്രൈസലാണ്. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും. അത്ഭുതം എപ്പോഴാണ് നടക്കുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ ആദ്യത്തെ പരിപാടി എന്തായിരുന്നു? അത്ഭുതമായിരുന്നോ അതോ അനുഗ്രഹമായിരുന്നോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനുഗ്രഹമായിരുന്നു ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതി. സ്തോത്രം. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് 27:27 ഉൽപ്പത്തി 1:27-28 നാം വായിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതി എന്തായിരുന്നു? അനുഗ്രഹമായിരുന്നു. മിക്കപ്പോഴും നാം കേൾക്കാറുള്ളത് അത്ഭുതത്തെ പറ്റിയാണ്. അത്ഭുതം നടന്നാൽ നമ്മളിലേക്ക് നമ്മൾ ഓടുകയാണ്. പ്രൈസലോട്. ജനം ഓടിക്കൂടുകയാണ്. എന്തിനു വേണ്ടി? അത്ഭുതത്തിന് വേണ്ടി. അത്ഭുതം കാണുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. അത്ഭുതം കേൾക്കുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. സ്തോത്രം. എപ്പോഴാണ് ഈ അത്ഭുതം നടക്കുന്നത്? സ്തോത്രം. ലോകത്തിൽ മനുഷ്യന്റെ കരങ്ങൾ അറ്റുപോകുമ്പോൾ, മനുഷ്യരാൽ അസാധ്യമായിരിക്കുമ്പോൾ, മനുഷ്യന് ചെയ്തെടുക്കുവാൻ പ്രയാസമായിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന വിഷയത്തെയാണ് അത്ഭുതം എന്ന് നാം ചിത്രീകരിക്കുന്നതും നാം പറയുന്നതും. അത് തന്നെയാണ് അത്ഭുതവും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് അത്ഭുതം നടക്കുന്നത്? നാം കഷ്ടങ്ങളുടെ ഒരു തുറയിലൂടെ, പ്രയാസത്തിന്റെ ഒരു വക്കിലൂടെ അനേക വർഷങ്ങൾ കടന്നു പോകുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. അത്ഭുതം വെറുതെ നടക്കുകയില്ല. അത്ഭുതം അനേക മനുഷ്യരെ കാണുകയില്ല. എപ്പോഴാണ് അത്ഭുതം നടന്നത്? 38 വർഷമായി ഒരു മനുഷ്യൻ വ്യവസ്ഥ കുളക്കടവിൽ അവന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി കിടക്കുകയാണ്. എത്ര വർഷമാണ് കിടന്നത്? 38 വർഷമായി അവൻ യാതനയിൽ കടന്നുപോവുകയാണ്. അവനെ സഹായിപ്പാൻ ആരുമില്ല, അവനെ നോക്കുവാൻ ആരുമില്ല, അവനെ ഒന്ന് തള്ളി വെള്ളത്തിലിടുവാൻ ആരുമില്ല. ആ പ്രയാസത്തിൽ കിടന്നവൻ, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ ജീവിതത്തിൽ 38-ാം വർഷം യേശു അവന്റെ അടുക്കൽ വന്നു. അവന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തു. ലോകം മുഴുവനും പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് അത്ഭുതം തന്നെയാണ്. എന്നാൽ അവൻ കഷ്ടതയിലൂടെ കടന്നുപോയത് ആരും ചിന്തിക്കുന്നില്ല. നീ ഞാനും അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ? എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കണം. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി നീ പോകേണ്ടി വരും. അത്ഭുതമല്ല നിനക്ക് വേണ്ടത്, അനുഗ്രഹമാണ് വേണ്ടത്. മോശയുടെ കാലത്ത് അനേക അത്ഭുതങ്ങൾ നടന്നു. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണ് മോശയുടെ കാലത്ത് അത്ഭുതങ്ങൾ നടന്നത്? സ്തോത്രം.
ഒന്ന് ചിന്തിച്ചു നോക്കി. 430 വർഷമായി സ്വത്രം ജനം കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി ഫറവോനിട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ് അവരെ വിടുവിക്കുന്നതിന് വേണ്ടി. അവിടെ 10 അത്ഭുതങ്ങൾ നടക്കുകയാണ് സ്വത്രം അവരെ വിടുവിക്കുന്നതിന് വേണ്ടി. അതിനുശേഷം പിന്നെയും വരുന്നു സ്വത്രം അത്ഭുതമാണ് നടക്കുന്നത്. സ്വത്രം എന്താണ്? ചെങ്കടലിനെ വിഭാഗിക്കുന്നു. ചെങ്കടലിനെ വിഭാഗിച്ചത് മാത്രമല്ല, പിന്നെയും അവർ നടക്കുകയാണ്. മരുഭൂമി പ്രയാണമാണ്. മരുഭൂമി പ്രയാണത്തിൽ അവർ നോക്കുകയാണ്, അവർക്ക് വെള്ളം കുടിക്കുവാനില്ല. കിട്ടിയ വെള്ളമോ എങ്ങനെയുള്ള കയ്പുള്ള വെള്ളമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ജീവിത കഷ്ടത്തിലായിരിക്കുകയാണ്. ഓ സ്തോത്രം. ജനം പിറുപിറുക്കുവാൻ തുടങ്ങി, ജനം കരയുവാൻ തുടങ്ങി. എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ആ വിധത്തിൽ ആ സമയത്താണ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ഒരു മരത്തിന്റെ ചില്ല് വെട്ടി അവിടെ ഇട, അത് വെള്ളം മധുരമായി തീരും. ഹല്ലേലൂയ. നാം നല്ല മനോഹരമായ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അത്ഭുതമായി തോന്നുന്നില്ല. എന്നാൽ ആഫ്രിക്കയുടെ വനാന്തരത്തിലേക്ക് കടന്നു ചെന്നാൽ വെള്ളമില്ലാത്ത ആഫ്രിക്കയുടെ അനേക ദേശങ്ങളിൽ വെള്ളമില്ലാതെ വരളുന്നവരോട് ചോദിക്കുക, അവർക്ക് വേണ്ടി വെള്ളം കുഴൽക്കിണറുകൾ കുഴിച്ച് അനേകര് വെള്ളം കൊടുക്കുമ്പോൾ അവർക്കതൊരു അത്ഭുതമാണ്. എന്നാൽ എന്റെയും നിന്റെയും ജീവിതത്തിൽ ദൈവം ഈ അനുഗ്രഹത്തെ പകർന്നിരിക്കുകയാണ്. ടാപ്പ് തുറന്നാൽ നിനക്ക് വെള്ളം വരും. അത് നിനക്ക് അത്ഭുതമായി തോന്നുന്നില്ല. എന്നാൽ ആരെ കിട്ടാത്തവർക്കാണ് അത് അത്ഭുതമായിരിക്കുന്നത്. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്നും തീർന്നിട്ടില്ല. അത്ഭുതങ്ങൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിൽ കൂടി അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തോട് പിറുപിറുക്കുന്നു. ദൈവത്തോട് പിറുപിറുക്കുന്ന ജനത്തെ അഗ്നിസർപ്പം വന്ന് കൊത്തിക്കൊണ്ട് നടക്കുകയാണ്. ജനം മരിച്ചു വീഴുന്നു. ജനം മോശയ്ക്കും ദൈവത്തിനും വിരോധമായി പിറുപിറുത്തു. ഹല്ലേലൂയ. അവിടെ അത്ഭുതം നടക്കണം. മോശയോ പിത്തള സർപ്പത്തെ ഉയർത്തി പറഞ്ഞു, നീ കറിയേറ്റവനെ, നീ ആ പിത്തള സർപ്പത്തെ നോക്കിയാൽ നീ ജീവിച്ചിരിക്കും. ഞാൻ ചോദിച്ചു, ദൈവമേ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശു പറഞ്ഞു, ഹല്ലേലൂയ, മരുഭൂമിയിൽ മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിലേക്ക് നോക്കുന്നവർക്ക് ജീവരക്ഷയുണ്ട്, നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ യേശുവിനോട് ചോദിച്ചു. യേശു എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഓ സ്വത്രം. മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയപ്പോൾ വിഷം കടിച്ചവന്റെ വിഷം അങ്ങനെ ഈ പിത്തള സർപ്പം വലിച്ചെടുത്തു എങ്കിൽ എന്റെയും നിന്റെയും ജീവിതത്തിലുള്ള വിഷമാകുന്ന പാപം, പഴയ പാമ്പ് കടിച്ചിരിക്കുന്ന ആ പാപത്തിന്റെ വിഷം എന്റെ യേശു കർത്താവ് കാൽവരിയിലെ ഗോൽഗോഥായിൽ അവൻ വലിച്ചെടുത്തിട്ട് നിന്നെ സ്വതന്ത്രനായി, നിന്നെ സ്വതന്ത്രയായി നിനക്ക് നിത്യ ജീവൻ തരുവാനാണ് വന്നിരിക്കുന്നത്. അത് അത്ഭുതമല്ലേ? അത് അത്ഭുതമല്ലേ? അത്ഭുതമല്ലേ? ഓ സ്തോത്രം. എന്റെയും നിന്റെയും ജീവിതത്തിൽ രക്ഷ കിട്ടുന്നത് തന്നെ മഹാ അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ജീവിതത്തില് യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് വേദപണ്ഡിതാക്കൾ അവകാശപ്പെടുന്നത് 34 മുതൽ 36 വരെ അത്ഭുതങ്ങൾ നടന്നതായി വിശുദ്ധ വേദനത്തിനകത്ത് വായിക്കുവാൻ സാധിക്കും. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്. എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ, 3 മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മരിച്ചവരെ ഉയർപ്പിച്ചത് ഒരുപോലെയാണോ? ലാസറിന്റെ അടുക്കൽ കല്ലറൊക്കെ ചെന്നു, ലാസറേ പുറത്തു വരിക. നയിലെ വിധവയുടെ മകന്റെ ഹല്ലേലൂയ സ്തോത്രം അവനെ ഉയർപ്പിച്ചു. രഥത്തെ ശവമഞ്ചത്തെ തൊട്ടു ബാല്യക്കാരനോട് എഴുന്നേക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ യായിറോസിന്റെ മകളുടെ അടുക്കൽ ചെന്നു അവളുടെ കൈക്ക് പിടിച്ചു, അവൾ എഴുന്നേറ്റു. ദൈവം അത്ഭുതം ചെയ്യുന്നത് ഒരേ രീതിയിലല്ല. സ്തോത്രം. കാനാവിലെ കല്യാണം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാനാവിലെ കല്യാണത്തിന് എന്ത് തീർന്നു പോയി? വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ അപമാനമാണ്. ഓ സ്തോത്രം. അവിടെ എന്ത് നടക്കണം?
അവിടെ ഒരു അത്ഭുതം നടക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ അത്ഭുതമല്ല അനുഗ്രഹമല്ല നടക്കേണ്ടത്. അവിടെ എന്ത് നടന്നിരിക്കണം? ഒരു അത്ഭുതം നടന്നിരിക്കണം. ഓ സ്തോത്രം. മരിച്ച ലാസർ ഉയർത്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ അവിടെ ജീവൻ ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നൈനിലെ വിധവയ്ക്ക് മകൻ തിരിച്ചു കിട്ടണം. അവിടെ അനുഗ്രഹമല്ല, അവിടെ അത്ഭുതം നടക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിന്റെ പ്രതികൂലത്തെ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കും. അത് തീർച്ചയാണ്. ദൈവം പ്രവർത്തിക്കും. എന്നാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടത് ഒരു അനുഗ്രഹമാണ് വേണ്ടത്. ഓ സ്തോത്രം, സ്തോത്രം. അത്ഭുതങ്ങളെ പറ്റി വീണ്ടും ചിന്തിക്കാം. സ്തോത്രം. നാം അത് ഇന്ന് ചോദിക്കേ, ഏറ്റവും വലിയ അത്ഭുതം എന്തായിരുന്നു? ലോകത്തിൽ അനേക അത്ഭുതങ്ങൾ ദൈവം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം ഇതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 40 വർഷം മരുഭൂമിയിൽ ദൈവം തന്റെ ജനത്തിന് ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ്. ഓ സ്തോത്രം. മന്ന അവർക്ക് കൊടുത്തു. 40 വർഷം അതിന് 2 ലക്ഷത്തിൽ പരം 2 മില്യണിൽ പരം ജനത്തിന് അതിന് യഹോവയായ ദൈവം മന്ന കൊടുത്തു. എത്ര കൊടുത്തു? അതാണ് വിഷയം. കൊടുത്തത് സ്തോത്രം ഓരോരുത്തർക്കും ഇടങ്ങഴി വീതം. ഏറെ പറയ്ക്കവന് ഏറെയുമില്ല, കുറയെ പറയ്ക്കവന് കുറയുമില്ല. ഇതാണ് അത്ഭുതം. ജസ്റ്റ് ഇനഫ്. അടുത്തിരിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് ജസ്റ്റ് ഇനഫ് ആണ്. നമുക്ക് അത്ഭുതം എന്ന് പറയുന്നത് അധികം ലഭിക്കത്തില്ല, ജസ്റ്റ് ഇനഫ് ആയിരിക്കും. അതാണ് അത്ഭുതം. നാം ഏത് അത്ഭുതത്തെ പറ്റി ചിന്തിച്ചു നോക്കിക്കോ, അത് ജസ്റ്റ് ഇനഫ് ആയിരിക്കും. അത് അധികവും കാണുകയില്ല, കുറവും വരത്തില്ല. ഏറെ പറയ്ക്കവന് ഏറെയുമില്ല, കുറയെ പറയ്ക്കവന് കുറയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ സ്തോത്രം. അത്ഭുതത്തെ പറ്റി നമുക്ക് വീണ്ടും വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുമ്പോൾ തന്നെ അത്ഭുതത്തെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. അത്ഭുതം എപ്പോഴാണ് നിന്ന് പോകുന്നത്? അത്ഭുതം എപ്പോഴാണ് നിന്ന് പോയി? മന്ന നിന്നത്. സ്തോത്രം. അതൊന്ന് വായിച്ചു. സ്തോത്രം. എക്സോഡസ് 16 അതിന് തുടങ്ങിയതാണ്. സ്തോത്രം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 11-12 വാക്യം പെട്ടെന്ന് വായിച്ചു. അവർ ദേശത്തിലെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ദേശത്തിലെ വിളവ് അനുഭവിച്ച പിറ്റേ ദിവസം മന്ന എന്ന വാക്കിന്റെ അർത്ഥം എന്തോ? ഇതെന്തോ? അവർക്ക് ഇന്നും അതിന്റെ പേര് അറിയത്തില്ല. അത് തന്നെയാണ് അത്ഭുതം. ഇന്നും അതിന്റെ പേര് അറിയത്തില്ല. സ്തോത്രം. ദേശത്തിന്റെ വിളവ് നീ എന്ന് തിന്നുന്നുവോ അന്ന് മന്ന നിൽക്കും. സ്തോത്രം. അത് ഞാൻ ഒരു ദിവസം പ്രസംഗിക്കാനിരിക്കുന്ന ഒരു വിഷയം. ദേശത്തിന്റെ വിളവ് നീ അനുഭവിക്കുവാൻ തുടങ്ങുന്നുവോ അന്ന് നിന്റെ ജീവിതത്തിലെ സ്വർഗത്തിൽ നിന്ന് വരുന്ന അപ്പം നിൽക്കും. സ്വർഗത്തിലെ അപ്പം തിന്നണം. സ്തോത്രം. സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം എന്റെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിന് മുമ്പും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്ന ശേഷവും അനേക അത്ഭുതങ്ങൾ കടന്നിട്ടുണ്ട്. രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുന്നതിന് ഒരു അത്ഭുതത്തോടു കൂടിയായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് പാസ്റ്റർ കുടിക്കാൻ തന്നു. ആ കുടിച്ച വെള്ളമായിരുന്നു എന്നെ ദൈവം ഈ സ്തോത്രം ഈ നിലയിലേക്ക് മാറ്റിയത്. ഒക്ടോബർ 17-ാം തീയതി. സ്തോത്രം. ഇന്ന് ഈ വർഷം 13-ാം തീയതി, ഈ 17-ാം തീയതി ഈ ഒക്ടോബറിൽ എനിക്ക് എത്ര ആകുന്നു? 13 വർഷം. 13 വർഷം. 13 വയസ്സ്. സ്തോത്രം. ശുശ്രൂഷയുടെ നല്ല സമയം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ കണക്കിൽ ഞാൻ ദൈവത്തിന്റെ കണക്കിലൂടെ നോക്കും. സ്തോത്രം. ദൈവത്തിന്റെ കണക്ക് നമ്മൾ അറിഞ്ഞിരിക്കും. ദൈവത്തിന്റെ കണക്കും നമ്മുടെ കണക്കൂട്ടലും ഒരുപോലെ പോയാൽ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം കണക്ക് കൂട്ടി ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവത്തിന് പാകപ്പഴ ഒന്നും പറ്റത്തില്ല. കാരണം ദൈവം ഭയങ്കര കണക്കനാണ്. ഭയങ്കര കണക്കന. ആ കണക്ക് കൂട്ടി കാര്യങ്ങളെ തരുന്ന ദൈവമാണ്. സ്തോത്രം. അപ്പൊ ദൈവത്തെ കണക്ക് പഠിപ്പിക്കാൻ ആരും
സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ കണക്കുകൂട്ടലിൽ നമ്മൾ നിന്നാൽ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിപ്പോ നമ്മൾ കേട്ടു, അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നുവോ ഏതാണ് എളുപ്പം? സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം അതിന് 5 മുറകളുണ്ട്, 5 സ്റ്റേജുകളുണ്ട്. സ്തോത്രം. ആ 5 സ്റ്റേജുകളെയാണ് നിങ്ങളുടെ മുൻപിൽ കാണിക്കാൻ പോകുന്നത്. സ്തോത്രം. ഇന്ന് ഒരു സ്റ്റേജ് മാത്രം കാണിക്കാൻ പോവാണ്. അടുത്ത ദിവസം മറ്റേ 4 കാര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ കാണിക്കും. സ്തോത്രം. ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സ്തോത്രം കർത്താവിന്റെ ദാസൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യമാണ്. വായിച്ചു. അങ്ങനെ വിശ്വാസികൾ എങ്ങനെയാ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ എങ്ങനെയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടേണ്ടത്? അങ്ങനെയല്ല, അതൊന്നുകൂടെ വായില്ലേ. വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടും. അപ്പം ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടെന്നറിയോ? ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. വിശ്വാസിയാണ് ഫസ്റ്റ് തിങ്. എന്താണ്? വിശ്വാസിയാണ്. ആ വിശ്വാസി അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആരോട് ചേരണം? അനുഗ്രഹം ഉള്ളവരോട് ചേരണം. അനുഗ്രഹം ആർക്കാ വാഗ്ദത്തം കൊടുത്തേക്കുന്നത്? അബ്രഹാമിന്. അബ്രഹാമിന്റെ അനുഗ്രഹം മാത്രമേ നമ്മുടെ മേൽ അനുഗ്രഹമായിട്ട് വരത്തുള്ളൂ. ഇത് ആര് പറഞ്ഞ? ഞാൻ പറഞ്ഞാണോ? ഒരാള് കഴിഞ്ഞ ഒരു ദിവസം പ്രസംഗിക്കാൻ പറഞ്ഞു, അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ യേശുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. ക്രിസ്തുവിനുള്ളവരെങ്കിലോ, മുമ്പേ കർത്താവിനാഥൻ പറയുന്നത്, ക്രിസ്തുവിനുള്ളവരെങ്കിലോ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. നാം അവകാശം നോക്കിയാണ് പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആദ്യത്തെ അനുഗ്രഹം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം. അടുത്ത ആളോട് പറയാൻ ദൈവത്തിനുള്ള അനുഗ്രഹം. ഓക്കെ, ആദ്യം നമ്മൾ എവിടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം? ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധ്യമാകുള്ളൂ. ആദ്യം അനുഗ്രഹിച്ചത് ആരെയായിരുന്നു? ഞാൻ നിങ്ങളോട് പറയാനിടയായി. ആരെയായിരുന്നു അനുഗ്രഹിച്ചത്? ആദാമിനെയും ഹവ്വായെയും. ആദാമിനെ അവർ അനുഗ്രഹിച്ചു. സ്തോത്രം. അവരെ ആടും പെണ്ണുമായി സൃഷ്ടിച്ചു. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ ആകാശത്തിലുള്ള പരമജാതികളിന്മേലും സ്തോത്രം സമുദ്രത്തിലുള്ള സകല മത്സ്യത്തിന്മേലും ഭൂമിയിലുള്ള സകല ജീവജന്തുക്കളിന്മേലും സകല ഭൂമിമേലും ഭൂമിയിൽ ഇഴയുന്ന സകല ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ മനുഷ്യൻ പറയുകയാണ്, അവരെ വാഴുവാനല്ല, ഞാൻ അതിനെ നമസ്കരിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇവിടെയാണ് മനുഷ്യൻ അബദ്ധം പറ്റിയിരിക്കുന്നത്. വനം എന്ന് പറയുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കി, ഒരു പടം ഉണ്ടാക്കി, അതിനോട് പറയുകയാണ്, ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, ഇതാണ് നിന്റെ ദൈവം, നീ ഇതിനെ നമസ്കരിക്കുക. ആദമിനോടും ഹവ്വയോടും പറഞ്ഞു. 2-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 16-ാമത്തെ വാക്യം. മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം. സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണമോ? തിന്നുന്ന നാളിൽ നീ മരിക്കും. അതാണ് ഒരു ഉടമ്പടിയോടുകൂടിയാണ്. സ്തോത്രം. നീ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. സ്തോത്രം. ആരെങ്കിലും ഇന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മരിക്കും, നിശ്ചയം തന്നെ. സ്തോത്രം. ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ്. സ്തോത്രം. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്തോത്രം ആരിൽ നിന്നോ പഠിച്ചിട്ട് പറയുകയല്ല, എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തിയ വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 3-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യം. 1 മുതലുള്ള വാക്യം വരെ.
ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുമൃഗ ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായി. പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് ഓട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചു. യാതൊരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട് ഓട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. സ്ത്രീ പറയുകയാണ്, തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം മുഴുവനും ഞങ്ങൾക്ക് തിന്നാം. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്തത് പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിഷയം. നിങ്ങൾ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. ഓ, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന് ഫലം തിന്നാൽ ദൈവത്തെ പോലെയാകും. ഇന്ന് മനുഷ്യന് ആരെ പോലെയാകണം? അതുകൊണ്ടാണ് മരത്തിൽ നിന്നും തിന്നുന്നത്, മരം കൊണ്ടുണ്ടാക്കിയതിനെ നമസ്കരിക്കുന്നത്. ആരെ നമസ്കരിച്ചു? പാമ്പിനെ നമസ്കരിച്ചു, മരത്തെ നമസ്കരിച്ചു. പൈപ്പർ എന്തുകൊണ്ടുണ്ടാകുന്നത്? ഇപ്പൊ ആരെ നമസ്കരിക്കുന്നത്? പടം എന്തുകൊണ്ട് വന്നേക്കുന്ന മരത്തെ. ആ സ്വത്രം. അപ്പൊ ഒരു പടം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരി കത്തിച്ചാൽ നീ നമസ്കരിച്ചാൽ നീ ആരെയാ നമസ്കരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. മരത്തെ അല്ലേ? അപ്പൊ മരത്തോട് പറയണം, മരമാ നീ എന്നെ ദൈവമാക്ക. അപ്പൊ മരമാണ് ഇവനെ ദൈവമാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലാകുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. മരം ആരെ എന്താക്കി തരും? ദൈവം നിന്നെ ദൈവമാക്കി തരും എന്ന് ആര് പറഞ്ഞു? പാമ്പ് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ആരെ നമസ്കരിച്ചു? ആദ്യം പാമ്പിനെ. കാരണം പാമ്പ് പറഞ്ഞത് കേട്ടു. പിന്നെ ആരെ നമസ്കരിച്ചു? മരത്തെ. അപ്പൊ ആദ്യം എന്ത് തുടങ്ങിയ മരത്തെ നമസ്കരിക്കാൻ? ഗോത്രം ഇന്നും നടന്നുകൊണ്ടിരിക്കാന്നോ? അതുകൊണ്ടാണ് യഹോവയായ ദൈവം പറഞ്ഞത്, മീതെ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കീഴെ വെള്ളത്തിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, സേവിക്കരുത്, നമസ്കരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കണോ? ദൈവം ആദിയിൽ ആരെ അനുഗ്രഹിച്ചു? എന്നെയും നിങ്ങളെയും ജനിച്ച നാളിലെ അനുഗ്രഹിച്ചാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവനെ എന്ന് കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചോ അന്ന് മുതൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ അനുഗ്രഹം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് വരുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ഞാൻ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? എത്ര പേര് ഓർക്കുന്നു? സ്തോത്രം. പേരുകളുടെ അർത്ഥം സുസഞ്ചര്യ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ആദാമിന്റെ പേരിന്റെ അർത്ഥം എന്താ? മാൻ. സ്തോത്രം. സേത്തിന്റെ പേരിന്റെ അർത്ഥം എന്താ? അപ്പോയിന്റഡ്. ഓർക്കുന്നില്ല? ഈനോഷ് സബ്ജക്ട് ടു ഡെത്ത്. ഓർക്കുന്നുണ്ടോ? മറന്നുപോയി. എനിക്കതിനെ മറന്നുപോയത്. സ്തോത്രം. അത് ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാം. 5-ാം അധ്യായമാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്തോത്രം. 5-ാം അധ്യായം പെട്ടെന്ന് പറയുകയാണ്, ഒരു നിമിഷം കൊണ്ട് പറയുകയാണ്. നിങ്ങൾ എന്റെ പുറത്തേക്ക് നോക്കണം. Man appointed subject to death, sorrowful from the presence of God, one who came down, dedicated, dying, he shall send to the poor, brought very low, and rest and comfort. അതാണ് 5-ാം അധ്യായത്തിന്റെ അർത്ഥം മുഴുവനും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ അപ്പോയിന്റ് ചെയ്തു മരിക്കുന്നതിന് വേണ്ടി വളരെ വേദനയോടുകൂടി സ്തോത്രം ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഒരുവൻ ഇറങ്ങി വന്നു. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങി വന്നു. സ്തോത്രം. അവൻ മരിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവൻ പാപികൾ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും പാപികളായി അല്ലെന്നുണ്ടെങ്കിൽ പൂവറായിരിക്കുന്നവരെ ഉയർത്തി കംഫർട്ട് സോണിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി. അതാണ് അതിന്റെ അർത്ഥം. ഓരോരുത്തരുടെയും പേരാണ്. 10 പിതാക്കന്മാരുടെ അർത്ഥമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം ഞാനിവിടെ പഠിപ്പിച്ചു. രാജമ്പ്രാനൊന്നും ഇല്ലായിരുന്നു. സ്വത്രം. അതിനൊക്കെ മുമ്പ് പഠിപ്പിച്ചതാണ്. ഒരു ദിവസം ഞാനിവിടെ അതിനെ വീണ്ടും പഠിപ്പിക്കാം. സ്വത്രം. ദൈവത്തിന്റെ പ്ലാൻ
ദൈവത്തിന്റെ പദ്ധതി. യേശുവിനെ കുറിച്ചുള്ള ആദ്യത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനമാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ അനുഗ്രഹം വന്നിരിക്കുന്നത് ഈ പിതാക്കന്മാരിൽ കൂടി വന്നു. ഈ പിതാക്കന്മാരിൽ കൂടി വന്നിട്ട് ആരിലേക്ക് വന്നു? നോഹയിലേക്ക് വന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് 3 മക്കളായിരുന്നു, ഹാം, ഷാം, യാഫത്ത്. സ്തോത്രം. ഹാമിന് എന്തു പറ്റി? ഹാമിന് സന്തതിയെ ദൈവം പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യാഫത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായില്ല. പിന്നെ ആരാ അനുഗ്രഹിക്കപ്പെട്ടത്? അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടില്ല. ഷേമാണ് അനുഗ്രഹിക്കപ്പെട്ടത്. ആ ഷേമിന്റെ തലമുറയെ പറ്റി വീണ്ടും പറയുവാനിടയായി 11-ാമത്തെ അധ്യായത്തിനടുത്ത്. സ്തോത്രം. ഷേമിന്റെ തലമുറയിൽ നിന്നും നാം പിന്നെയും നമുക്ക് താഴോട്ട് കാണുവാൻ സാധിക്കും. ഷേമിന്റെ മകൻ സ്തോത്രം അർപ്പദർഷ്, അവന്റെ മകൻ ഷാലേഹ്, ഏരേമിന് സ്തോത്രം പേലഗ്, യയൂരീവ് സ്തോത്രം സെരൂഗീന്, നാഹോറിന് തേരഹി ജനിച്ചു. തേരഹിന്റെ മകനായിരിക്കുന്ന അബ്രഹാം. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. അപ്പം ഈ അനുഗ്രഹം ആരിൽ നിന്ന് വന്നു? ദൈവം ആദ്യം ആരെ അനുഗ്രഹിച്ചു? ആദാമിനെ അനുഗ്രഹിച്ചു. വീണ്ടും അനുഗ്രഹം ആരിലേക്ക് പകരുന്നു? നോഹയിലേക്ക് പകരുന്നു. സ്തോത്രം. ദൈവം 9-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം നോഹയെ മക്കളെയും അനുഗ്രഹിച്ചു. സ്തോത്രം. അതൊന്ന് വായിച്ചു 9-ാം അധ്യായം. നോഹയെയും അവന്റെ പെട്ടെന്ന് വായില്ലേ? നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. സ്തോത്രം. ആ അനുഗ്രഹത്തിന്റെ വഴിയാണ് പിന്നെ ആരിലേക്ക് വരുന്നു? ഷേമിലേക്ക് വരുന്നു. ഷേമിൽ കൂടി ആരിലേക്ക് വരുന്നു? അബ്രഹാമിലേക്ക് വരുന്നു. ഈ അനുഗ്രഹത്തിന്റെ വഴിയാണ് സ്തോത്രം നാം ഗലാത്യ ലേഖനത്തിൽ വായിച്ചത്. വിശ്വാസികളായ നാം വിശ്വാസിയായ അബ്രഹാമിനോടുകൂടി അനുഗ്രഹിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹം വരണം. എവിടെ നിന്ന് വരുന്ന അനുഗ്രഹം വരേണ്ടത്? ഈ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ പ്ലംബിംഗ് അറിയാവുന്നതോട് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലംബ് ചെയ്യുന്ന ഉടനെ സ്തോത്രം ഈ വെള്ളത്തിന്റെ ചാനൽ എങ്ങനെ ഒഴിയുമെന്ന് അറിയാം. അല്പം ചാരി ചെന്നിട്ട എന്തിനാ അരിച്ചൊഴിക്കാൻ നോക്കുന്നത്? വെള്ളം ഒഴുകി വരാൻ. അപ്പൊ ഒഴുകി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ലീക്ക് ഉണ്ടെങ്കിൽ പറ്റുമോ? ക്ലോക്ക് ഉണ്ടെങ്കിൽ പറ്റുമോ? സ്തോത്രം. അപ്പൊ അതിന് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു പൈപ്പ് ഉണ്ടായിരിക്കണം. അപ്പൊ ക്ലീൻ പൈപ്പ് നമുക്കറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ആളെ വിളിക്കണം, അത് റിപ്പയർ ചെയ്യണം, അല്ലേ? അത് ഫിക്സ് ചെയ്യിപ്പിക്കണം. നല്ല അല്ലെങ്കിൽ ശുദ്ധവെള്ളം അഴുക്കുവെള്ളം പോകത്തും ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് അനുഗ്രഹത്തിന്റെ ചാനൽ എവിടെ നിന്നാണ് നിർത്തേക്കുന്നത്? അപ്പം അത് ദൈവത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം ആരിലേക്ക് പോകണം നമ്മള്? സ്തോത്രം. ഈ ചാനലിൽ കൂടി മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ മതത്തിനകത്ത് കിട്ടത്തില്ല, റിലീജിയനകത്ത് കിട്ടത്തില്ല. സ്തോത്രം. അപ്പൊ ഈ അനുഗ്രഹം ആദാമിന് കൊടുത്ത അനുഗ്രഹം. കഴിഞ്ഞ ദിവസം ഞാൻ മഴവില്ല് കാണുവാനാണ് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. സ്തോത്രം. ഈ മഴവില്ലിനെ കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ തലമേൽ ഇരിക്കുന്ന ആ വില്ല് ഞാൻ കണ്ടപ്പോൾ ഞാനൊന്ന് ഓർക്കുവാനിടയായി. ദൈവം എത്ര വലിയവല്ലെന്ന് ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം കാണിക്കാനിടയായി. കണ്ടില്ലായിരുന്നു? സ്തോത്രം. കണ്ട് ഓർക്കുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ ഈ ദൈവം ഇത്ര വലിയവനായ ദൈവത്തിന്റെ സ്തോത്രം അവന്റെ എന്താണ്? ആ വില്ലിനെ കാണിക്കുക എന്താണ്? അവന്റെ നിയമത്തിന്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. ഓ സ്തോത്രം. ആ നിയമത്തിന്റെ അടയാളം നമ്മൾ കാണണം, അത് കണ്ടു സന്തോഷിക്കണം. എന്നോടും നിങ്ങളോടുമുള്ള നിയമമാണ് മഴ കൊണ്ട് വെള്ളം കൊണ്ട് ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കത്തില്ല എന്നുള്ള ആലോചന ദൈവത്തിന്റെ സ്തോത്രം നിയമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരു നിയമം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ അനുഗ്രഹത്തിന് നാം ഓരോരുത്തരും പാത്രീഭൂതരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നാൽ ഇന്ന് രാത്രികാലം ദൈവജനമേ, വിശ്വാസികളായ നാം വിശ്വാസിയായ അബ്രഹാമിനോടുകൂടി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അതെങ്ങനെയാണ് കിട്ടുന്നത്? യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ.
ആരിലൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ? യേശു ക്രിസ്തുവിലൂടെ. നമുക്ക് കുറുക്ക് വഴി അവിടെ ഇല്ല. അതിന് കുറുക്ക് വഴിയുമില്ല. പിന്നെ എന്തുമില്ല. ഈ കൈക്കൂലി കൊടുത്ത് കൊണ്ടുപോകുന്ന അതിനെന്താ പറയുന്നത്? കൈക്കൂലി കൊടുത്ത് കൊണ്ടുപോകുന്ന അതിന് ഇടനിലക്കാരൻ അല്ലയോ എന്ന് പറയുന്നത്? മധ്യസ്ഥൻ. അതിന് മധ്യസ്ഥനും ഇല്ല. കൈക്കൂലി കൊടുക്കുന്ന മധ്യസ്ഥനല്ലേ കൊടുക്കുന്നത്? അതിന് ആരില്ല. കൈക്കൂലി കൊടുത്ത ബ്രൈഡ് എന്താന്ന് പറഞ്ഞേ? എന്താ ബ്രൈഡ്? ഓക്കെ. അപ്പൊ കൈക്കൂലി കൊടുത്ത് മധ്യസ്ഥന് കൈക്കൂലി കൊടുത്ത് അങ്ങോട്ട് എല്ലാ പണി പറ്റത്തില്ല. ഒറ്റ പണിയേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൽ കൂടി ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ആ വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 പെട്ടെന്ന് വായിച്ചു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ സ്വത്രം ആരുടെ രക്തത്താൽ സമീപസ്ഥരായി തീരും? യേശുവിന്റെ രക്തത്താൽ നമ്മൾ ആരായി തീരും? സമീപസ്ഥരായി തീർന്നു. പിന്നെ അടുത്തത്, അവൻ ആരാണ് നമ്മുടെ സമാധാനം? യേശു എന്റെ സമാധാനം. അടുത്ത് കൈയടിച്ചിട്ട് പറയാം, യേശു എന്റെ സമാധാനമാണെന്ന് പറയുന്നത്. അവൻ നമ്മുടെ സമാധാനം. പിന്നെ അടുത്തത്, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ആരാണ് ഇരുപക്ഷം? ഞാനും എന്റെ ദൈവവും. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളും ഒന്ന് ന്യായപ്രമാണത്തിന്റെ ശത്രുത്വം ജഡത്താൽ നീക്കി എന്ന് പറയുന്ന പ്രമാണം കൊണ്ട് ചെന്ന് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ആ പ്രമാണം യേശുവിന്റെ രക്തത്താലും യേശുവിന്റെ ജഡത്താലും നീക്കി നമുക്ക് എന്താ തരികയാണ്? സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും. ദൈവത്തോടൊരു നിരപ്പ് പ്രാപിച്ചവർക്ക് ദൈവം നമുക്കെല്ലാവർക്കും എഴുന്നേക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.